MVD കണ്ട എൻ്റെ കാര്യം തീരുമാനവും. അപ്പം നമ്മളങ്ങനെ GoPro സെറ്റാക്കി. ഹീറോ 7 ആണ്. എന്നാലും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. വണ്ടിയിൽ നമുക്ക് ഇങ്ങനെ വയ്ക്കാൻ പറ്റും. ഇങ്ങനെ വെച്ചാൽ ഇവിടെ ഇരിക്കും സാധനം. ഇങ്ങനെ നമ്മൾ GoPro എന്നെയല്ലേ കാണുന്നത്. ഹലോ ഹേ ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായി. നമ്മൾ വണ്ടിയുടെ വീഡിയോ എടുക്കുന്ന സമയത്ത്, വണ്ടിയായിട്ട് റോഡിൽ കൂടെ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്താണ് വീഡിയോ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമാണ്. ക്ലച്ചൊന്നും പിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ലീഗലി പ്രശ്നമുള്ള കാര്യമാണ്. MVD കണ്ട എൻ്റെ കാര്യം തീരുമാനവും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മൾ പുതിയൊരു സംഭവം ഇറക്കി. നമ്മൾ പുതിയൊരു GoPro വാങ്ങിച്ചിട്ടുണ്ട്. പുതിയതൊന്നല്ല, സെക്കൻഡാണ്. വെച്ചാൽ ഹീറോ 7 ആണ് നമുക്ക് കിട്ടിയത്. അപ്പം ഇനി നമുക്ക് ഇനിയൊരു ഇതിൻ്റെ വിഷ്വൽ വെച്ചിട്ടുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇനി നമുക്ക് ഹെൽമെറ്റ് മൗണ്ട് ചെയ്ത് സെറ്റായിട്ട് എടുക്കാം. ഇനി കുറച്ച് കേസൊക്കെ വാങ്ങിച്ചിട്ടാവുണ്ട്. ഇതിൻ്റെ മൗണ്ടും കാര്യങ്ങളൊക്കെ ഇനി ഫിറ്റ് ചെയ്യാറുണ്ട്, ഹെൽമെറ്റിലൊക്കെ വെക്കാറുണ്ട്. അപ്പം നമ്മളങ്ങനെ GoPro സെറ്റാക്കി. ഹീറോ 7 ആണ്. അപ്പോൾ ഇതിലിനി ഒരു കേസ് വാങ്ങിക്കണം. പിന്നെ ലെൻസ് സ്ക്രാച്ചൊന്നുമില്ല, എന്നാലും ഒരു ലെൻസ് നമുക്ക് വേറെ കളറോ എന്തെങ്കിലും ചെറിയൊരു ഷെയ്ഡൊക്കെ ഉള്ള കളറൊക്കെ വാങ്ങിക്കാം. പിന്നെ ഇതിന് വാട്ടർ പ്രൂഫിൻ്റെ ഒരു സംഭവമുണ്ട്. ഒരു ചെറിയൊരു സ്വിച്ച് നമ്മളല്ല, അതിൻ്റെ പുറത്തുള്ള ബട്ടൺ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റണം. അപ്പോൾ കുറച്ച് പരിപാടിയുണ്ട്. ഇപ്പോൾ ഇന്നലെ കിട്ടിയതുള്ള സാധനം ഇന്നലെ വൈകിട്ടാണ് കിട്ടിയത്. അതാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്കിങ്ങനെ GoPro സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് കിടിലം വീഡിയോസ് എടുക്കാം. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് അന്വേഷിച്ചാണ് ലാസ്റ്റ് GoPro ഹീറോ 7 തന്നെ കിട്ടി. എന്തായാലും അത്യാവശ്യം സ്റ്റെബിലിറ്റിയൊക്കെ ഉള്ള സാധനമാണ്. 240 FPS ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. എന്തായാലും ഓണായി കാണിച്ചു തരാം. പിന്നെ അതിന് തന്നെ ഇതിലൊരു മൗണ്ടൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഇവിടെ ഇരുന്നോ. അപ്പോൾ അതിൽ കൂടെ തന്നെ വേറെ കുറേ മൗണ്ടൊക്കെ കിട്ടി. പകതകത്തിരിപ്പുണ്ട്. ഇപ്പം എന്തായാലും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. വണ്ടിയിൽ നമുക്ക് ഇങ്ങനെ വയ്ക്കാൻ പറ്റും. ഇങ്ങനെ വെച്ചാൽ ഇവിടെ ഇരിക്കും സാധനം. കണ്ടോ, വേറെ ശല്യമൊന്നുമില്ല. അത് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് സ്ക്രാച്ച് ആവുന്ന മേടിക്കില്ല. കാരണം അടിയിൽ വേറൊരു സംഭവം ഇതാണ്. അപ്പോൾ അതെന്തായാലും അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനിങ്ങനെ അഴിച്ചിട്ട് ഇതിനിങ്ങനെ പൊക്കിയെടുക്കുമ്പോഴേക്കും സാധനം കിട്ടും. ഇതാണ് അടിയിൽ വരുന്നത്. കണ്ടോ, നൈസല്ലേ. അങ്ങനെ ഇവിടെ വയ്ക്കാം, ഇവിടെ നിന്ന് വയ്ക്കണ്ട, ഇവിടെ വയ്ക്കാം. ഇവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്താൽ അവിടെ ഇരിക്കും. സെറ്റല്ലേ. അങ്ങനെ നമുക്ക് ആ സാധനം കിട്ടി. ചെറിയ ലൂസുണ്ട്. അപ്പോൾ അത് ഇവിടെ വയ്ക്കാം, അടച്ചു വയ്ക്കാം. അവിടെ ഇരുന്നുള്ള സാധനം. അപ്പോൾ നമുക്ക് GoPro ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വിഷ്വലും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതാണ് ഈ സംഭവത്തിൻ്റെ ഇപ്പം കുറേ മൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി. നമുക്ക് റൂമിൽ പോകുമ്പോൾ അത് കാണിച്ചു തരാം. ഈ സംഭവത്തിൽ പിടിച്ച് പോക്കണം. യെസ്, ഇതാണ് സാധനം. അങ്ങനെ ചെസ്റ്റ് മൗണ്ട്, ഹെഡ് മൗണ്ട്, കുറേ മൗണ്ടുകളൊക്കെ കിട്ടി. അതൊക്കെ ഞാൻ റൂമിനകത്തിരിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും എൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ GoPro ആയിരുന്നു. അങ്ങനെ GoPro കിട്ടി. ഞാൻ ഓണായി കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ കിടിലം വിഷ്വൽസ് ഒക്കെ കാണാം. എന്തായാലും കുറേ ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പേയും ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയെങ്കിലും ഒന്നും നേരെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം GTയുടെ ഹാൻഡിൽ വെച്ചിട്ട് അധികം വീഡിയോസൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും. പക്ഷേ സാഹചര്യം കൊണ്ട് അത് ഊരേണ്ടി വന്നു. നമുക്ക് എന്തായാലും സെറ്റാക്കാം. നമുക്ക് വിഷയമൊന്നുമില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സെറ്റാക്കാം. നമ്മൾ ഇവിടെ തന്നെ എല്ലാം ഉണ്ടല്ലോ. നിങ്ങൾ പറയുന്ന പോലെ നമുക്ക് സെറ്റാക്കാം. നിങ്ങൾ ഇടയ്ക്ക് ഇനി ചേട്ടാ GTയുടെ ഹാൻഡിൽ മാറ്റം എന്ന് പറഞ്ഞാൽ GTയുടെ ഹാൻഡിൽ നല്ല ഇൻട്രസ്റ്റിൻ്റെ ഹാൻഡിൽ മാറ്റം നമുക്ക് അപ്പം തന്നെ മാറ്റാം. നമുക്കെല്ലാം ഉടനെ തന്നെ സെറ്റാക്കാം. കുറച്ച് ക്യാഷ് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം കടയിൽ നിന്ന് എക്സോസ്റ്റൊക്കെ വാങ്ങിച്ച് വയ്ക്കാം. അതുകൊണ്ട് നിങ്ങൾ വിഷയമൊക്കെ കണ്ടാൽ നിങ്ങളുടെ സ്വന്തം വണ്ടികളെ കണ്ടാൽ മതി. ഞാൻ വട്ടിക്കുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്തായാലും ഇത് ഓണായി കാണിച്ചു തരാം. ഇതാണ് നമ്മൾ GoPro ഹീറോ 7. കുറച്ച് സ്ക്രാച്ചൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. നമുക്കത് കേസ് വാങ്ങിച്ചിടാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അത് SD കാർഡ് ഇട്ടിട്ടില്ല. അതെന്തായാലും ഇന്ന് വൈകുന്നേരം ഇടണം. ജസ്റ്റ് ഈ സൈഡിലത്തെ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഓണായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓണോ? യെസ് ഗൈസ്, ഓണായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിഷ്വൽ വരുന്നത്. പിന്നെ ഇതിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന 1080ൽ 60 FPS ഇട്ടിട്ടുള്ളത്. അത് മാറ്റാൻ പറ്റും. നമുക്ക് 4K ഇടാൻ പറ്റും. 4K ഇടാൻ പറ്റും. 2.7 ഇടാൻ പറ്റും. 1000 ഇടാൻ പറ്റും. 720 ഇടാൻ പറ്റും. പിന്നെ നമുക്ക് 60 മാറ്റിയിട്ട് 240 വരെ ഇടാൻ പറ്റും. സോ ഇത് നോട്ട് സപ്പോർട്ടഡ്. 240, 120, 240 ഇടുമ്പോൾ നോട്ട് സപ്പോർട്ടഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ 120, 60, 30, 24. 120 ഇട്ട് നോക്കട്ടെ എന്താ സംഭവം. യെസ്, വാവ്. കാണുന്നുണ്ടോയെന്നറിയില്ല. നല്ലൊരു വ്യൂ കാണുന്നുണ്ട്. 41% ചാർജൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നല്ല അത്യാവശ്യം കൊള്ളാം. നമുക്ക് യൂസ് ആവുന്നത് എന്തായാലും 1080ൽ 60 ഇട്ടാൽ മതിയെന്ന് തോന്നണം. കാരണം എഡിറ്റ് ചെയ്യാനൊക്കെ ആയിരുന്നു അതിന് സുഖം. യെസ്, ഇതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യൂ. കാണുന്നുണ്ടോ? തീരെ അടുത്തോട്ട് വെച്ചാൽ കാണാൻ പറ്റില്ല. അതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. കാണുന്നില്ലേ? കണ്ടോ? യെസ്, ഇതാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെ വൈഡ് ആംഗിളും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരണുണ്ട്. അതൊക്കെ ഇനി കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. കണ്ടോ, ഇതിൻ്റെ അകത്ത് സൂപ്പർ വ്യൂ. പിന്നെ ഓട്ടോ നോക്കട്ടെ. അത് ലൈറ്റിൻ്റെ ആണ്. കാണുന്നില്ല അല്ലേ? ഈ ഫോക്കസ് ആവണം. വൈഡ് നമ്മളിപ്പോൾ ഏറ്റവും വൈഡാണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ ജസ്റ്റ് നടുക്കത്തെ സംഭവം എന്ന് വെച്ചാൽ ജസ്റ്റ് വൈഡായിരിക്കും. ഒരു 0.5 ഒക്കെ ഇട്ട വൈഡായിരിക്കും. കുറച്ചുകൂടി ഇട്ട് കഴിഞ്ഞാൽ 0 ആയിരിക്കും. എന്താണെന്ന് പറയുക, സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. പിന്നെ ലീനിയർ, അതെന്തോ സംഭവം, എന്തൊക്കെ സംഭവങ്ങളുണ്ട്.
പിന്നെ അല്ലാതെ തന്നെ നമുക്ക് SD കാർഡ് ഇപ്പോൾ ഇടാത്തതുകൊണ്ടൊന്നും നേരെ ഫോട്ടോ എടുത്ത് കാണിക്കാനില്ല. അല്ലാതെ നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഓപ്ഷനിൽ ലോക്ക് ചെയ്യാനും ടൈം വരെ കാണിക്കുമല്ലേ. നമുക്ക് കുഞ്ഞൊരു സംഭവമായിട്ട് തന്നെ കൊണ്ടു നടക്കാം. ടൈമൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജൊക്കെ സൈഡിൽ കൊടുക്കുന്നത് 39% ചാർജ് ഉള്ളത്. നമുക്കിപ്പം വീഡിയോ നമുക്കിത് മാറ്റി ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം. യെസ്, ഇതാണ് ഫോട്ടോ. ടച്ച് സംഭവമാണ്. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. മണ്ടത്തരം പറയണമെന്ന് ചോദിക്കില്ലേ. ടച്ചൊക്കെയാണ് സംഭവം. ഉണ്ടോ, ഇങ്ങനെ വെച്ചാണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാം. ഇപ്പോൾ SD കാർഡ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ കുഞ്ഞ് സാധനമാണ്. ഉണ്ടോ, ഹെൽമെറ്റിലൊക്കെ വയ്ക്കുമ്പോൾ അടിപൊളിയായിരിക്കും. വാസ് അങ്ങനെ നമ്മൾ GoPro സെറ്റാക്കി. പക്ഷേ നട്ടുച്ചയ്ക്ക് ഇന്നാണ് വീഡിയോ എടുക്കുന്നത്. ഈ കഷ്ടപ്പാടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുന്നത്. നിങ്ങൾ കാണുന്നവരെല്ലാവരും ലൈക്ക് പോലും അടിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് തന്നെ വീഡിയോ കാണാം. എന്നാലും നമുക്ക് മോർ റീച്ച് കിട്ടിയാൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇത് തോന്നും. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മളങ്ങനെ GoPro സെറ്റാക്കി നമുക്ക് എന്തായാലും ഓഫ് ചെയ്ത് വയ്ക്കാം. ഇന്ന് വൈകുന്നേരം തന്നെ SD കാർഡ് കിട്ടും. SD കാർഡ് ഇട്ടതിന് ശേഷം നമുക്ക് GoProയിൽ വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാം. നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ച് കുറച്ച് സംസാരിക്കാം. മൈക്കൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. കുറച്ചൊക്കെ ആയിട്ട് സെറ്റാക്കാം. ഉടനെ എല്ലാം എടുക്കാനില്ല, വണ്ടിയൊക്കെ മുതലാക്കണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് സെറ്റാക്കാം. അങ്ങനെ നമ്മൾ GoPro എന്നെയല്ലേ കാണുന്നത്. ഹായ് ഹലോ യെസ്. എങ്ങനെ GoPro കിട്ടി. ഫ്രണ്ടിലൊക്കെ കാണിക്കുന്നുണ്ട് എന്തൊക്കെ. ഫ്രണ്ടിലൊക്കെ 0 ടൈം ആണെന്നാണ്. 12 MB ക്യാമറ GoPro എന്നൊക്കെ കാണിക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മൾ GoPro സെറ്റാക്കി. യെസ്, കാണുന്നുണ്ടോ. നമ്മൾ GoPro കിട്ടി. അപ്പോൾ എന്തായാലും ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. യെസ്, ഓഫായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് ചാർജിനൊക്കെ ഇട്ട് നമുക്ക് നാളെ ഇന്ന് വൈകുന്നേരം തൊട്ട് യൂസ് ചെയ്യാം. അപ്പം GoPro കിട്ടിയതിൻ്റെ സന്തോഷമാണ്. കാണുന്നുണ്ടല്ലേ. പക്ഷേ ഇതിൻ്റെ അതിന് കുറേ മൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു 7 ടൈപ്പ് മൗണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതൊക്കെ കാണിച്ചു തരാം. റൂമിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇതിലൊരു ജാക്ക്, നമുക്ക് മൈക്കിൻ്റെ ഒരു ജാക്ക് വാങ്ങിക്കണം. പിന്നെ ഇതിൻ്റെ കേസ്, അതിൻ്റെ കളർ കേസ് ഇല്ലേ, അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വെച്ചാൽ ഒരു കസ്റ്റം കേസ് നമുക്ക് സെറ്റാക്കാം. നല്ലൊരു കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. നമുക്കത് സെറ്റാക്കാം. ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് നമുക്ക് സെറ്റാക്കാം. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സംഭവം. നമുക്ക് ടാങ്കിലൊക്കെ വെച്ചിട്ട് നമ്മളെ വ്യൂ കണ്ടു പോവാം. ആ സംഭവം കൊള്ളാമെന്ന് തോന്നി. പക്ഷേ GoPro ഒരു തെറിച്ച് പോകുന്നത് അതെനിക്ക് അറിഞ്ഞൂടാ. എല്ലാം ഒരു കളി. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റാക്കാം. നോക്കണേ ഇവിടെ വയ്ക്കാം. ഇതാണ് പറഞ്ഞത് കഴപ്പ്. ഇവിടെയൊക്കെ വെച്ചാൽ അവിടെ ഇരിക്കും കണ്ടോ. പക്ഷേ ലൈറ്റ് അടിക്കൂലെന്നോളൂ. ഒരുപാടാ എൻ്റെ പൊട്ടിച്ചോണ്ട് വരല്. അയ്യോ ഗൈസ്, ഊരുന്നില്ല. യെസ്, യൂരി. ഇവിടെ വയ്ക്കാം. അങ്ങനെ പലയിടത്തും വയ്ക്കാം കേട്ടോ. ഇവിടെയൊക്കെ ഇത് ഒട്ടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. യെസ്, ഒട്ടറാ. ഇല്ല ഗൈസ്, അവിടെ ഒട്ടില്ല. അവിടെ ഒരു പ്ലാറ്റ്ഫോം കറക്റ്റല്ല. നമുക്ക് ടാങ്കിൽ ഇവിടെ എഞ്ചിനിലോട്ട് ചോക്കട്ടെ. ഇവിടെ ഇരി. അയ്യോ ഇരിക്കുന്നില്ല ഗൈസ്. എഞ്ചിനിൽ ഞാൻ ഒട്ടിച്ചിട്ടാടാ. എഞ്ചിനിലിരടാ. ഇന്ന് തന്നെ തോലയ്ക്ക് ഇല്ല ഗൈസ്. ഇവിടെ ഗ്യാപ്പുണ്ട്. അപ്പം നമുക്ക് പറ്റുന്ന സ്ഥലം ടാങ്കും ഇതൊക്കെ തന്നെയാണ്. കുഴപ്പമില്ല, നമുക്ക് എവിടെ വേണം ഒട്ടിച്ചിരിക്കാം. ഇത് നമ്മുടെ സ്വന്തം സ്ഥലമല്ലേ. നമുക്ക് എന്തായാലും ഇവിടെ വേണം ഒട്ടിച്ചിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. പിന്നെ ഒരുപാട് കിടിലൻ കണ്ടൻസൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും ഇനി അതിൻ്റെ ഓക്കെ അതൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കാരണം എനിക്കതൊന്ന് റെഡിയായി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ആവശ്യമുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ വന്ന് കണ്ടോ, വണ്ടി കണ്ടോ. നിങ്ങൾക്ക് വണ്ടി ഇഷ്ടമാണെങ്കിൽ വണ്ടി കണ്ടോ. അതൊന്നും പ്രശ്നമുള്ള സ്ഥലമല്ല. കണ്ടോ, വണ്ടി തരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വണ്ടി ഇഷ്ടമാണെന്നെങ്കിൽ നമ്മുടെ വണ്ടിയുടെ വ്ളോഗൊക്കെ വിട്ട് കുറച്ച് യാത്രയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. എങ്ങനത്തെ വീഡിയോ ടൈപ്പാണ് ഇഷ്ടമാണ്, നമുക്ക് അതുപോലെ സെറ്റാക്കാം. ഫുഡൊക്കെ ചെയ്യാം. സൈക്കിൾ ചെയ്യാം. വണ്ടി കാർ ചെയ്യാം. വീടിൻ്റെ വ്ളോഗ് ചെയ്യാം. വീടിൻ്റെ എന്ന് വെച്ചാൽ വീടിൻ്റെ പരിസരത്തുള്ള വ്ളോഗ് ചെയ്യാം. അല്ല ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകണം ചെയ്യാം. എന്ത് വേണോ ചെയ്യാം. അങ്ങനെ ടോട്ടലി ഫുള്ളായിട്ടുള്ളൊരു വ്ളോഗ് ചാനലാണ് നമ്മളുടെ അശ്വിൻ ജയ്സ് എന്ന ചാനൽ. അപ്പോൾ എന്തായാലും ഷോർട്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഷോർട്സിൻ്റെ അതും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് അടിക്കുക. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കുക. അശ്വിൻ ജയ്സ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര്. അവിടെ നിങ്ങൾ എന്തുവേണോ ചോദിച്ചാൽ കാക്ക മിണ്ടാടാ. അപ്പോൾ അത് അവിടെ ഒന്ന് എന്തുവേണോ ചോദിച്ചാൽ ജസ്റ്റ് ചുമ്മാ കളിക്ക്. അതിൻ്റെ വന്നല്ലേ കാക്കയിലും പറ്റും. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. ഇത്രയൊക്കെ തന്നെയാണ്. അപ്പം എടുക്കാൻ സമ്മതിക്കുന്നു. അപ്പോൾ അതേപോട്ടെ അതിൻ്റെ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഗൈസ് പുതിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ബൈ. അപ്പോൾ റൂമിൽ പോയിട്ട് ഞാൻ എൻ്റെ സംഭവങ്ങൾ കാണിച്ചില്ല. എന്നിട്ട് നമുക്ക് എൻ്റെ റൂമിൽ പോയിട്ട് കാണാം. ഗൈസ് ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ സാധനങ്ങൾ. ഇത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന സാധനമാണ്. പിന്നെ നമ്മൾ ഹെൽമെറ്റിൽ വയ്ക്കുന്ന മൗണ്ടാണ് ഈ സാധനം. പിന്നെ അതിൻ്റെ സ്ക്രൂ, ഇത് കുറച്ച് തുരുമ്പൊക്കെയാണ്. നമുക്ക് ഇതിൻ്റെ വേറെ ഉണ്ട്, പണ്ട് വാങ്ങിച്ചതിൻ്റെ സാധനമുണ്ട്. ഇതെന്ത് സാധനം. പിന്നെ ഇതൊക്കെ അതിൻ്റെ ചെസ്റ്റ് മൗണ്ടും കാര്യങ്ങളും. പിന്നെ അതിൻ്റെ ഒരു സ്പെയർ എൻ്റെ പണ്ട് ഞാൻ വാങ്ങിച്ച് GoPro വാങ്ങിക്കുമ്പോൾ വയ്ക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ച പുതിയ സാധനം. യൂസ് പോലും ചെയ്തിട്ടില്ല. ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അതൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ് മൗണ്ടും അകത്തിരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഈ ഒരു സാധനം. ഇതിങ്ങനെ ഹലോ ഗൈസ്, ഹലോ ആ സാധനമുണ്ട്. ഇതെന്താ തൂക്കിയിടുന്ന സാധനമുണ്ട്. നല്ല മഞ്ഞ സാധനമുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യില്ല, മഞ്ഞയില്ല. ഇത് പിന്നെ വേറെ എന്താ ഉള്ളത്.
ഇത് നമ്മളെ ക്ലിപ്പൊക്കെ ഇട്ട് വയ്ക്കാനാണെന്ന് വെച്ചാൽ ഐ തിങ്ക് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് ഹലോ 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 എന്ന് പറയാനായിരിക്കും, അറിയില്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടിയ സാധനങ്ങൾ. ഇനി ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കണം. നമുക്കിനി കേസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടേ നമുക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റൂ. ഫുൾ അലങ്കോലമായി കിടക്കുകയാണ് റൂമൊക്കെ. കാരണം ഇതിനെ ഹാൻഡിൽ മാറ്റി, അത് ഞാൻ എന്തായാലും ഒതുക്കി വെച്ചില്ല. അപ്പോൾ അതൊക്കെ ഒതുക്കി വെക്കണം. അങ്ങനെ ഫുൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റിപ്ലൈ അടിക്കും കേട്ടോ. എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്തത്, എന്ത് തെറി വിളിക്കാതെ പറ്റുന്നതാണ് കമൻറ്റ് ചെയ്ത് നമുക്ക് എന്തായാലും റിപ്ലൈ അടിക്കും. നൈസായിട്ട് എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ഇട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് പി സി ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ട്. പി സി ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് കിടിലം വീഡിയോ ഒക്കെ ഇടാം. ഗെയിമിംഗ് ഒക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച്. പി സി വന്നിട്ട് i5 ആണ്. അപ്പോൾ എന്തായാലും പറ്റുന്നുണ്ടെങ്കിൽ SSD ഒക്കെ വാങ്ങിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ സെറ്റാക്കാം. അപ്പോൾ അതൊക്കെ താഴെ ഇരിപ്പുണ്ട്. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അങ്ങനെ നമുക്ക് GoPro സെറ്റായി. അപ്പോൾ എന്തായാലും GoPro ഒന്ന് കാണിച്ചിട്ട് ഒരു GoPro വാങ്ങിച്ചതിൻ്റെ പല തന്നെ. അപ്പോൾ അങ്ങനെ GoPro സെറ്റായി. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി GoPro വീഡിയോ എടുക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ടാറ്റ ഗൈസ്, ബൈ.